മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഏപ്രിൽ 10-ാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത്. ഡിനോ ഡെന്നീസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. മമ്മൂക്കയോടൊപ്പം ത്രൂ ഔട്ട് ആയിട്ട് ഗൗതം വാസുദേവ് മേനോനും സിനിമയിൽ എത്തുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ സെൻസറിങ് കാര്യങ്ങളെല്ലാം 2-3 ദിവസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. UA സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു സിനിമക്ക് കിട്ടിയിരിക്കുന്നത്. 13 വയസ്സിന് മുകളിലും ഉള്ള ആളുകൾക്കാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി സാധിക്കുക. സെൻസറിൽ നിന്നും ഈ ഒരു സിനിമക്ക് വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് തരക്കേടില്ലാത്ത നല്ലൊരു എന്റർടൈനർ മൂവിയാണ് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇൻസൈഡ് ആയിട്ടും അതുപോലെ സെൻസറിങ് സമയത്തൊക്കെ സിനിമയുടെ റിവ്യൂ കാര്യങ്ങളെല്ലാം പുറത്തൊക്കെ വരാറുണ്ട്. കൂടുതലും പോസിറ്റീവ് തന്നെയാണ് വരാറ്. സിനിമ തിയേറ്ററിൽ എത്തിയതിൻ്റെ ശേഷം മാത്രമേ സിനിമയുടെ നിലവാരത്തെക്കുറിച്ചും അതുപോലെ ഈ ഒരു സിനിമ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നതൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തായാലും ബസൂക്ക എന്ന ചിത്രത്തിന് ഒരു പോസിറ്റീവ് ടോക്ക് തന്നെയാണ് സെൻസർ റിപ്പോർട്ടിൽ നിന്നും വന്നിരിക്കുന്നത്. അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് സിനിമ തിയേറ്ററിൽ എത്തിയതിൻ്റെ ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ അതല്ല നിരാശ, വേറൊരു വലിയ നിരാശയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമക്ക് ഹൈപ്പില്ല, പ്രൊമോഷൻ ഇല്ല. സിനിമക്ക് പ്രൊമോഷന്റെ അഭാവം കൊണ്ട് തന്നെ ഹൈപ്പ് തീരെ ഇല്ല. മമ്മൂക്കയുടെ മുൻകാല സിനിമകളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ വലിയ രീതിയിലാണ് ഭീഷ്മപർവം ഒക്കെ ഇറങ്ങിയ സമയത്ത് പോയത്. ആ ഒരു ലെവലിലേക്കുള്ള ബുക്കിംഗ് ഒന്നും മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിന് ഈ ഒരു ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അത് ഹൈപ്പിന്റെ കുറവ് തന്നെയാണ്. പ്രേക്ഷകന് ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്ന് എന്തായിട്ടും കാണണം, ഇതിൽ എന്തെങ്കിലും മമ്മൂക്കയുടെ ഗംഭീരമായിട്ടുള്ള സ്വാഗ് ആൻഡ് പ്രസൻസ് ഒക്കെ ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ള ഒരു ടോക്ക് പ്രേക്ഷകനിൽ ഉണ്ടാക്കാൻ ബസൂക്ക എന്ന സിനിമക്ക് സാധിച്ചിട്ടില്ല. നല്ല രീതിയിൽ ഈ ഒരു സിനിമക്ക് ഇനി ആളെത്തണമെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി അനിവാര്യമാണ് മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിന്. അല്ലെങ്കിൽ സിനിമ ബോക്സ് ഓഫീസിൽ മൂക്ക് കുത്തി വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വൻ ക്ലാഷ് ആയിട്ടാണ് മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ മറ്റുള്ള സിനിമകളുമായിട്ട് മത്സരിക്കാൻ വേണ്ടി എത്തുന്നത്. ഗുഡ് ബാഡ് അഗ്ലി ഉണ്ട്, അതോടൊപ്പം തന്നെ ആലപ്പുഴ ജിങ്കാര, അതോടൊപ്പം തന്നെ ടൊവിനോ തോമസ് നിർമ്മിച്ച് ബേസിൽ ജോസഫ് നായകനായിട്ട് എത്തുന്ന മരണമാസം. ഈ ഒരു സിനിമകളോടൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ ബസൂക്ക എന്ന് പറയുന്ന സിനിമക്ക് മസ്റ്റായിട്ട് ഒരു പോസിറ്റീവ് ടോക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ തന്നെ മമ്മൂക്ക ഹേറ്റേഴ്സ് ഒരുപാടുണ്ട്. അവരൊക്കെ ഇപ്പം ബേസിൽ ജോസഫിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ നസ്ലിൻ്റെ ഒക്കെ നായകന്മാരായിട്ട് ആരാധകരായി മാറിയിട്ടുണ്ട്. അറിയാലോ, ഓപ്പോസിറ്റ് സൈഡ് ഒരു മമ്മൂക്ക സിനിമ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എതിർ സ്ഥാനത്ത് ഏതൊക്കെ സിനിമകളാണ് വരുന്നത് അവരുടെയൊക്കെ ഫാനായി മാറും ഈ മറ്റുള്ള ആരാധകര്. അത്തരത്തിലാണ് നമുക്ക് ഈ ഒരു ക്ലാഷിന്റെ സമയത്ത് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു മമ്മൂക്ക സിനിമ എന്തുകൊണ്ടും വലിയ വിജയം കൈവരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ട്രോൾ കാര്യങ്ങളെല്ലാം മമ്മൂക്ക എന്ന താരത്തിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മമ്മൂക്ക ഈ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എത്താത്തത് തന്നെയാണ് വലിയ ഒരു ഹൈപ്പിലേക്ക് ബസൂക്ക എന്ന് പറയുന്ന സിനിമക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാതെ പോയത്. ടർബോ, അതോടൊപ്പം തന്നെ ഭീഷ്മപർവം, ബ്രഹ്മയുഗം എന്നീ സിനിമക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഉണ്ടായിരുന്നു. മമ്മൂക്ക് ഒരുപാട് ഇന്റർവ്യൂ പ്രസ് മീറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്ത് തന്നെയാണ് ആ ഒരു സിനിമക്ക് അത്തരത്തിലുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കിട്ടിയത്. എന്നാൽ ബസൂക്കയുടെ കാര്യത്തിലാണെങ്കിൽ മമ്മൂക്കയുടെ ഇതുവരെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത് ഹെൽത്ത് ഇഷ്യൂ കാരണം മമ്മൂക്ക റെസ്റ്റിലാണ്, അതാണ് എന്നാണ് നാം വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ 1-2 ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം കൊടുത്താൽ റിലീസിന്റെ മുന്നേ തന്നെ ഒന്ന് അപ്പായി കിട്ടാൻ മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിന് സാധിക്കുമായിരുന്നു. ഇനി എന്തായാലും റിലീസിന്റെ ശേഷം തന്നെയാണ് ബസൂക്ക എന്ന സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുക എന്നാണ് നാം മനസ്സിലാക്കുന്നത്. റിലീസിന്റെ മുന്നേ ശരിക്കും ഒരു നിരാശ തന്നെയാണ് മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമയ്ക്ക്. ഇനി 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തിയേറ്ററിലെത്താൻ നേടിയെടുക്കാൻ സാധിച്ചത്. എന്തായാലും റിലീസിന് ശേഷം ഒരു പോസിറ്റീവ് ടോക്ക് ബസൂക്ക നേടിയെടുത്ത് ബോക്സ് ഓഫീസിൽ കത്തിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആദ്യ ദിവസം തന്നെ മമ്മൂക്കയുടെ ബസൂക്ക നിങ്ങൾ തിയേറ്ററിൽ പോയി കാണോ? ഏത് തിയേറ്ററിൽ കാണാനാണ് ഉദ്ദേശിക്കുന്നത് അതും കൂടെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.